വിവോയുടെ വിവോ S30 Pro Mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ S30 Pro Mini എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ S30 Pro Miniയിൽ 6.31 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ഇതിൽ വരും. അതുകൊണ്ടായിരിക്കണം പേരിൽ മിനി എന്നുള്ള പേര് തന്നെ ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. പിന്നെ 1.5K റെസൊല്യൂഷൻ ആയിരിക്കും ഇതിൽ വരിക. OLED പാനൽ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ആയിരിക്കും വരിക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ മെറ്റൽ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9400E എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. ഇത് MediaTek Dimensity 9300 എന്ന പ്രോസസ്സറിൻ്റെ ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറായിരിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഇതിൽ വരേണ്ടതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ വരും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OSന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 50 MP ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇത് സോണി IMX882ൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ വന്നേക്കാം. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് ആണ് എന്നുണ്ടെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിൽ 6500 mAhൻ്റെ ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് നല്ലൊരു കാര്യമാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് ആണ് എന്നുണ്ടെങ്കിലും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ വിവോ X200 FE എന്ന പേരിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം X സീരീസിൽ വരുന്ന ഫോണായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നതായിരിക്കും. എന്തായാലും വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വിവോയുടെ X200 FE എന്ന പേരിൽ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 50,000-60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ S30 Pro Mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.